തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയിൽ അസാധാരണമായ നടപടിക്രമങ്ങളാണ് വിസിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഹൈക്കോടതി ഉത്തരവിനെ പോലും വെല്ലുവിളിക്കുന്ന വിസിയെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ അല്പസമയം മുമ്പ് ചുമതലയേൽക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളുമായി ഷീജയുണ്ട്, ഒപ്പം തന്നെ കമലേഷും ചേരുകയാണ്. അല്പസമയത്തിനകം തന്നെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ചും സർവകലാശാലയിലേക്ക് ഉണ്ടാകും. ആദ്യം ഷീജയിലേക്ക്. ഷീജ, ഈ രജിസ്ട്രാറെ സർവകലാശാലയിൽ പ്രവേശിപ്പിക്കരുത് എന്നായിരുന്നു വിസിയുടെ ഉത്തരവ് വന്നത്. മിനി കാപ്പനെ പകരം പുതിയ രജിസ്ട്രാറായി നിയമിക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെ അടക്കം മറികടന്നുകൊണ്ടായിരുന്നു ഡോക്ടർ മോഹനൻ കുന്നുമേൽ വിസിയുടെ ഈ അസാധാരണമായ നടപടി നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ നമ്മൾ കണ്ടത് എന്താണ്? അവിടെ ഡോക്ടർ കെ എസ് അനിൽകുമാർ രജിസ്ട്രാറായി ചുമതല ഏറ്റെടുക്കുകയും അദ്ദേഹം തന്റെ ജോലികളിലേക്ക് കടക്കുകയും ചെയ്യുന്നതാണ്. വിസിയുടെ ഉത്തരവ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും അവിടെ പാലിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. തീർച്ചയായും മനു, അതായത് കേരള സർവകലാശാലയുടെ പ്രവർത്തനം ഒരു സ്തംഭനത്തിലേക്ക് എത്തിക്കുക, ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് വൈസ് ചാൻസലർ ഡോക്ർ മോഹനൻ കുന്നുമേൽ ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്. കാരണം അതിന്റെ ഭാഗമായി കൂടിയാണ് കഴിഞ്ഞ ദിവസം അസാധാരണമായിട്ടുള്ളൊരു നിർദ്ദേശം നൽകുന്നു കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്. കെ എസ് അനിൽകുമാർ സർവകലാശാല രജിസ്ട്രാർ അല്ല, നിലവിൽ സസ്പെൻഷനിൽ തുടരുന്ന വ്യക്തിയാണ്. അപ്പോൾ കേരള സർവകലാശാലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ വിസി നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ അദ്ദേഹം കേരള സർവകലാശാലയിൽ എത്തും എന്നുള്ള കാര്യം ഉറപ്പായ ഒരു പശ്ചാത്തലത്തിൽ കേരള സർവകലാശാലയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ തടയണം എന്നുള്ളൊരു നിർദ്ദേശം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടു പിന്നാലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുന്നതാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്നത് കേരള സർവകലാശാലയുടെ ഉള്ളിലേക്ക് കയറുന്ന പ്രധാന കവാടമാണ്. ഇവിടെ അതീവ സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. വലിയ പോലീസ് സന്നാഹത്തെ തന്നെയാണ് നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത്തരത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാറെ തടയുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ളതിൽ സംശയമുണ്ടായിരുന്നില്ല. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ആ ഒരു പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ ഇവിടെ സർവകലാശാലയിലേക്ക് എത്തിയപ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും നിയമപരമല്ലാത്ത രീതിയിൽ താൻ നീങ്ങിയിട്ടില്ല, നിയമപരമായ രീതിയിൽ തന്നെയാണ് താൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ആ രീതിയിൽ ഉള്ള ഒരു പോരാട്ടവുമായി താൻ മുന്നോട്ട് തന്നെ പോകും എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ കൂടുതലായി അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു കാണേണ്ടത് ഇവിടെ അദ്ദേഹം എത്തിയപ്പോൾ ആരും അദ്ദേഹത്തെ തടഞ്ഞില്ല എന്നുള്ള കാര്യം തന്നെയാണ്. വൈസ് ചാൻസലറുടെ നിർദ്ദേശം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത്. കാരണം അല്ലാത്ത പക്ഷം ഇവിടെ വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും നമുക്ക് കാണാൻ കഴിയുന്നു. വിസിക്ക് എന്ത് അധികാരമാണ് രജിസ്ട്രാറോട് അവിടെ കയറരുതെന്ന് പറയാൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? എന്തർത്ഥത്തിലാണ് വിസി പറയുന്നത് ഈ രജിസ്ട്രാർ സസ്പെൻഷനിലാണ് എന്ന്? ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയതാണ്. സിൻഡിക്കേറ്റ് റദ്ദാക്കിയ സസ്പെൻഷൻ നടപടി അത് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തതാണ്. പിന്നെ എന്ത് അധികാരത്തിലാണ് അദ്ദേഹം സസ്പെൻഷനിലാണ് എന്ന് വിസി പറയുന്നത്? ഹൈക്കോടതിയെക്കാളും മുകളിലാണോ കേരള സർവകലാശാലയിലെ താൽക്കാലിക വിസിയായ ഈ ഡോക്ടർ മോഹനൻ കുന്നുമേൽ? ആ ചോദ്യം പ്രധാനപ്പെട്ടതല്ലേ? അത് തന്നെയാണ് മനു, കേരള സർവകലാശാല രജിസ്ട്രാറും അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളും ചോദിക്കുന്ന ചോദ്യം. നിയമപരമായ രീതിയിൽ മാത്രമാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റും അതോടൊപ്പം തന്നെ കേരള സർവകലാശാല രജിസ്ട്രാറും മുന്നോട്ട് പോയിട്ടുള്ളത്. കോടതിയെ സമീപിച്ചപ്പോൾ പോലും രജിസ്ട്രാറോട് കോടതിയിൽ നിന്നും വന്നൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ആ തീരുമാനം, അതായത് അദ്ദേഹം വീണ്ടും സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാറായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ മറ്റു തരത്തിലേക്ക് നീങ്ങേണ്ടതില്ല. ഇനി ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിന്റെ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ ബന്ധപ്പെടുക എന്നുള്ളതാണ് നിർദ്ദേശിച്ചത്. സിൻഡിക്കേറ്റും ചോദിക്കുന്നത് അതാണ്. എന്തുകൊണ്ട് അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കണമെന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു നടപടി വിസി സ്വീകരിക്കുന്നില്ല? അതിന് മറിച്ച് പ്രതികാര നടപടിയുമായി സർവകലാശാലയുടെ രജിസ്ട്രാർ ആയിട്ടുള്ള കെ എസ് അനിൽകുമാറിന് നേരെ വ്യക്തിപരമായ രീതിയിൽ നീങ്ങുന്നത് എന്തുകൊണ്ട് എന്നുള്ള കാര്യമാണ് അവർ ചോദിക്കുന്നത്. കോടതി വിധി പോലും വില കൽപ്പിക്കാത്ത തരത്തിലുള്ള നടപടി സ്വീകരിച്ചാണ് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നത് ചാൻസലറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കവും അംഗീകരിക്കില്ല എന്നുള്ള കാര്യം സിൻഡിക്കേറ്റും വ്യക്തമാക്കിയത്. ഏതായാലും അസാധാരണമായിട്ടുള്ളൊരു നീക്കങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വൈസ് ചാൻസലർ നടത്തുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കുക, ഭരണസ്തംഭനം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായാണ് ഒരു രജിസ്ട്രാറോട് സർവകലാശാലയിൽ പ്രവേശിക്കരുത് എന്ന് നിർദ്ദേശിക്കുന്നു. പ്രവേശിക്കുകയാണെങ്കിൽ തടയണമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നു. അത്തരത്തിലുള്ള അസാധാരണ നീക്കങ്ങൾ തന്നെയാണ് വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്നും